നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്താ മിണ്ടാത്തത്? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? നോ കമന്റ്സ്. വഴിമാറും. മോളിരിക്കും. സാവിത്രി വരുന്നില്ലേ? സാവിത്രിജിക്ക് ഭയങ്കര തലവേദനയാണെന്ന്. കാര്യം എന്താണെന്ന് പിന്നെ അറിയിച്ചാ മതിയെന്ന് പറഞ്ഞു. കണ്ടില്ലേ ധിക്കാരം. പിന്നെ എങ്ങനെയാ ഈ കുടുംബ ഗതി പിടിക്കാൻ? അതെന്തോ ആവട്ടെ. ചില പുകഞ്ഞ കൊള്ളികളെയൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയേണ്ട നേരം കഴിഞ്ഞു. മുള്ളും മുനയും വെച്ച് സംസാരിക്കാതെ എല്ലാരെയും വിളിച്ചുകൂട്ടിയതിന്റെ കാര്യം പറയ രാജലക്ഷ്മി. ഈ കുടുംബത്തില് പൊതുവായി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനാ ഞാൻ എല്ലാവരെയും വിളിപ്പിച്ചത്. എന്താ അമ്മയത്? അമ്മ പറയും. ഇത് വളരെയേറെ പാരമ്പര്യമുള്ള തറവാടാ. ഇതിനകത്ത് ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട്. അത് പാലിക്കാതെ വന്നതിന്റെ കുഴപ്പമാ ഇവിടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് അമ്മ വിശദമായിട്ടൊന്ന് പറഞ്ഞാ കൊള്ളായിരുന്നു. പരദേവതയ്ക്ക് വേണ്ട കർമ്മങ്ങളൊന്നും ഇവിടെ ഇപ്പൊ ആരും ചെയ്യുന്നില്ല. കൃത്യസമയത്ത് കുളിയില്ല, ജപമില്ല, സന്ധ്യാപ്രാർത്ഥനകളില്ല. പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നത് തന്നെ ഏതാണ്ട് ഭാരിച്ച കടമ പോലെയായി. അത് അമ്മ വെറുതെ പറയുന്നതാണ്. ചെമ്പകമംഗലത്തെ പൂജാമുറിയില് വെളുപ്പിന് 4 മണിക്ക് വിളക്ക് തെളിയും. അത് കുറെ കാലമായി ഞാൻ തന്നെ ചെയ്യുന്നത്. ഇന്ന് വരെ അതിനൊരു മുടക്കവും വന്നിട്ടില്ല. ഏതായാലും ഇവിടുത്തെ നിത്യപൂജയിൽ വന്നിരിക്കുന്ന പിഴവുകളാ തറവാട്ടിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദോഷങ്ങൾക്കൊക്കെ കാരണം. പൂജകളെല്ലാം പഴയതിനേക്കാൾ നന്നായി തുടരണം. തുളസിത്തറയിലും കാരണവന്മാരുടെ അസ്ഥിത്തറകളിലും വിളക്ക് വയ്ക്കുന്നത് മുടങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ചെമ്പകമംഗലം ബാക്കി കൂടി തകർന്നടിയും. ആരായാലും ആ വാളെടുത്ത് മാറ്റിയവർക്ക് ഇതിന്റെ അനന്തരഫലമൊന്നും അറിയില്ലല്ലോ. അമ്മയുടെ സംസാരം കേട്ടാ തോന്നുമല്ലോ ആ വാള് കെട്ടെടുത്തത് ഈ കൂട്ടത്തിൽ ആരോ ആണെന്ന്. ഞാൻ നിന്നെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞില്ല. ഇനി അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് മനസ്സിൽ നിന്ന് വിട്ടേരെ. ഈ നിൽക്കുന്ന ഞങ്ങൾ ആരും അതൊന്നും ചെയ്യൊന്നുമില്ല. അവനവന്റെ മുതൽ മോഷ്ടിക്കുന്നത് എന്തിനാണ്? ഞാൻ വിളിപ്പിച്ചത് തറവാട്ടിലെ ആചാരങ്ങളെല്ലാം മുടങ്ങാതെ കൃത്യമായി തുടരണം. ഒന്നിനും ഒരു വീഴ്ച വരാതെ മാലതി അത് ശ്രദ്ധിക്കണം. അല്ല, ഇതൊക്കെ എന്നെ ഏൽപ്പിക്കുന്ന എന്തിനാ? മീനാക്ഷിയല്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാറുള്ളത്. പതിവുകൾ അങ്ങനെ തന്നെ തുടരണമെന്നില്ല. പിഴവുകളാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ വെറുതെ നിഴലിനോടാ യുദ്ധം ചെയ്യുന്നത്. മനസ്സിൽ അടുക്കി വെച്ചിരിക്കുന്ന ധാരണകളൊക്കെ തീർത്തും തെറ്റാന്ന എന്റെ അഭിപ്രായം. ജഗദീഷ് പറഞ്ഞ തന്നെ എന്റെ അഭിപ്രായം. ഒരാളോട് ദേഷ്യം ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികം. അതിന്റെ പേരില് ആ വ്യക്തിയെ മാനസികമായി തളർത്താൻ ശ്രമിക്കരുത്. അതിന്റെ ആഫ്റ്റർ എഫക്ട് ഭീകരമായിരിക്കും. ആ ഗോഡൌണിന്റെ താക്കോല് അമ്മ മീനാക്ഷിയെ ഏൽപ്പിച്ചു. അവളെ ബോധം കെടുത്തിയിട്ട് ആ വാള് കൊണ്ടുപോയത് മൈഥിലി തന്നെയല്ലേ?
പക്ഷെ അതിന്റെ പേരിൽ അമ്മ മറ്റുള്ളവരെ ഇങ്ങനെ വേട്ടയാടരുത്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഈ ചർച്ചയ്ക്കൊന്നുമല്ല. മാലതിയെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാന് അത് ഏൽപ്പിച്ചു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതെ അതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ തന്നെ ACP കാർത്തിക് പോലീസ് ക്ലബിന് മുന്നിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തി താല്പര്യത്തിന്മേൽ വഴിവിട്ട് പ്രവർത്തിക്കുകയും ഭാര്യയായിരുന്നവളെ ക്രൂരമായി മർദ്ദിക്കുകയും അവർക്ക് അഭയം കൊടുത്ത അവരുടെ ബന്ധുവായ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലാറാക്കുകയും ചെയ്ത നിർധനനായ ഒരു പോലീസ് ഓഫീസറാണ് കാർത്തിക്. അയാൾ DGPക്ക് റിപ്പോർട്ട് കൊടുക്കാൻ 10:30 ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ ഓഫീസർ, നിങ്ങൾ ആ സ്ത്രീയോടും അവരുടെ റിലേറ്റീവ്സിനോടും വളരെ മോശമായല്ലേ പെരുമാറിയത്? അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഓഫീസർ, ഓഫീസർ, നിങ്ങളെന്താ മിണ്ടാത്തത്? അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? നോ കമന്റ്സ്. വഴിമാറും. എന്തും ചെയ്യാൻ മടിയില്ലാത്തവനുമായ ACPയെ കണ്ടപ്പോൾ ജനരോഷം അണപൊട്ടി. ജനങ്ങൾ അക്രമാസക്തരാവുകയാണ്. ACP കാർത്തികിനെ പോലുള്ളവരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വച്ചുവാഴിക്കരുതെന്ന് ഉച്ചസ്ഥരം വിളിച്ചു പറയുകയാണ് പൊതുജനങ്ങൾ. ഇത് ഈ സർക്കാരിന് തന്നെ വെല്ലുവിളിയാണ്. ഇവിടെ എന്തും സംഭവിച്ചേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.